ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിനെ ആഖ്യമെന്നും പ്രെഡിക്കേറ്റിനെ ആഖ്യാതം എന്നും പറയുന്നു. എല്ലാ വാക്യങ്ങൾക്കും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ന് വിളിക്കാവുന്ന രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പരാമർശിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. The part of a sentence which names a person or a thing is called the subject. Predicate സബ്ജക്റ്റിനെ പറ്റി പരാമർശിക്കുന്ന വാക്യഭാഗത്തെയാണ് predicate എന്ന് പറയുന്നത്. The part of a sentence which tells about the subject is called the predicate. Subject must contain a noun or a pronoun and the predicate must contain a verb. അതായത് സബ്ജക്റ്റിനകത്ത് നാമങ്ങളോ സർവ്വനാമങ്ങളോ ഉറപ്പായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രെഡിക്കേറ്റിനകത്ത് വെർബ് ഉണ്ടാവും. നമുക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ ഇതിനകത്ത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നമുക്ക് മനസ്സിലാക്കാം. ജോർജ് ബോട്ട് എ ഡിക്ഷണറി. ഈ വാക്യത്തിൽ പരാമർശിക്കുന്ന വ്യക്തി ജോർജാണ്. അതുകൊണ്ട് ജോർജാണ് ഈ വാക്യത്തിലെ സബ്ജക്റ്റ്. ബോട്ട് എ ഡിക്ഷണറി ആണ് വാക്യഭാഗം എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ്. ദ കാർ മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്. ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ ദ കാറാണ് സബ്ജക്റ്റ് ആകുന്നത്. മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ് എന്നത് വാക്യഭാഗം പ്രെഡിക്കേറ്റ് ആകുന്നു. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. ഇതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. മൈ സൺ വർക്ക്സ് ഇൻ എ ബാങ്ക്. ജോൺ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. The climate of Kerala is good. He always carries a pen. Bees make honey. Shija is a good girl. Mahesh goes to school. This is my friend. The postman is coming. The cow is a useful animal. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കണ്ടുപിടിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഇനി തരുന്ന എക്സാമ്പിൾ നിങ്ങൾ പ്രെഡിക്കേറ്റ് എന്താ എന്ന് അതായത് വാക്യഭാഗങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ദ സൺ ഷൈൻസ് ഡ്യൂറിങ് ദ ഡേ. ദ റെഡ് ലൈറ്റ് മീൻസ് സ്റ്റോപ്പ്. ദ പോലീസ് അറസ്റ്റഡ് ദ തീഫ്. ദിസ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഹീ ഓപ്പൺഡ് ദ വിൻഡോ. റീഡിങ് ഈസ് എ ഗുഡ് ഹോബി. മാർക്കോണി ഇൻവെൻറ്റഡ് ദ റേഡിയോ. ഇറ്റ് ഈസ് എ വുമൻസ് കോളേജ്. ഈ സെക്ഷനിൽ നമ്മൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇമ്പേരറ്റീവ് സെൻറ്റൻസുകളിൽ സബ്ജക്റ്റ് മിക്കവാറും ഉപയോഗിക്കാറില്ല. സബ്ജക്റ്റ് ഇല്ല എന്ന് ധരിക്കരുത്. സബ്ജക്റ്റ് ഇമ്പേരറ്റീവ് സെൻറ്റൻസിലുണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ധരിക്കണം. നമുക്ക് ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓപ്പൺ ദ വിൻഡോ. ഇവിടെ അർത്ഥമാക്കുന്നത് യു ഓപ്പൺ ദ വിൻഡോയാണ്. ഗീവ് മി എ പെൻ പ്ലീസ്. ഇവിടെ അർത്ഥമാക്കുന്നത് ഗീവ് മി എ പെൻ പ്ലീസ് ആണ്. താങ്ക് യു മീൻസ് ഐ താങ്ക് യു. സിറ്റ് ഡൗൺ. യു സിറ്റ് ഡൗൺ. സ്റ്റാൻഡ് അപ്പ്. യു സ്റ്റാൻഡ് അപ്പ്. കം ഇൻ മീൻസ് യു കം ഇൻ എന്നാണ്. അതായത് ഇമ്പേരറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇമ്പേരറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഇല്ല എന്ന് ധരിക്കരുത്. സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ടാണ് അത്. അതുകൊണ്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒരു സെൻറ്റൻസിലുണ്ടാവും. നമുക്ക് അടുത്ത സെക്ഷൻ സെൻറ്റൻസ് എത്ര തരം ഉണ്ടെന്ന് മനസ്സിലാക്കി പഠിക്കാം. ഈ സെക്ഷൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. വളരെ താങ്ക്സ്.